വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും ചന്ദ്രബോസ് ആണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കൂടെ നിന്നാൽ കൂട്ടാളിയാക്കും, ഇല്ലെങ്കിൽ കൂട്ടുപ്രതിയാക്കും, അതാണ് ഈ ചന്ദ്രബോസ് എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ലൈറ്റർ ഇങ്ങനെ കത്തിച്ച് രോഹിത്തിന് നേരെ കാണിക്കുകയാണ്. എന്നിട്ട് അത് ചന്ദ്രബോസ് തന്നെ ഊതിക്കെടുത്തുന്നുണ്ട്. എന്നിട്ട് മനസ്സിലായടാ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ പിടിച്ചൊന്നങ്ങോട്ട് തള്ളുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് അങ്ങ് പോവുകയാണ്. ഇതേ സമയം അവിടെ ശാരദാമ്മയാണെങ്കിൽ അവിടെ ചക്കയൊക്കെ അരിഞ്ഞ് കറി വയ്ക്കാനുള്ള ഒരു പ്ലാനിലാണ്. അന്നേരമാണെങ്കിൽ ഇഷ്ടപ്പെട്ടതൊക്കെ വേണമെന്ന് പറയും, കഷ്ടപ്പെട്ട് ഞാനങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. എന്നാൽ കളക്ടർക്ക് എവിടെയാ സമയം, ഇതിപ്പോൾ ചക്കപ്പുഴുക്ക് ഞാൻ എന്തായാലും കഴിപ്പിച്ചിട്ടേ വിടൂ, കളക്ടറുടെ ഒരു വേലയും എന്നോട് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ സ്വയം സംസാരിച്ചു കൊണ്ട് ചക്കയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് ശാരദാമ്മ അവിടെ ഇരുന്നുകൊണ്ട്. ഈ സമയം ഉമ്മർത്തിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് ശാന്ത ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം എന്താ താമസിച്ചല്ലേ, ഞാനിത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെക്കട്ടെ, ഇന്നലെ ഇട്ടതാണ്, ശാലിനിക്ക് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് കടയിലേക്ക് വരാമെന്ന് പറയുകയാണ്. അന്നേരം അതല്ല ശാരദാമ്മയെന്നും പറഞ്ഞ് ശാന്ത അങ്ങ് വെപ്രാളപ്പെടുകയാണ്. അന്നേരം എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യമാണോ എന്നൊന്നും അറിയില്ല, ടി വിയിൽ ന്യൂസൊക്കെ ഉണ്ട്, വഴിയിൽ കണ്ട അവരൊക്കെ എന്നോട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ എന്താന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി കുഞ്ഞ് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ശാലിനി കുഞ്ഞിനെ ആരോ കുത്തിയെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അന്നേരം ആ കയ്യിലിരുന്ന ചക്കയും പിച്ചാത്തിയും കത്തിയും ഒക്കെ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. ശാരദാമ്മ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് എവിടെയാ, ഏത് ഹോസ്പിറ്റലിൽ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്തിലുള്ള മുറിവൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം വാ എന്നും പറഞ്ഞ് ശാന്തയും വിളിച്ചുകൊണ്ട് ശാരദാമ്മ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശാലിനി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിന് പുറത്ത് വിഷ്ണു അങ്ങ് ആകപ്പാടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അനുപല്ലവിയും കമലിനും ഒക്കെ ഉണ്ട്. തുടർന്ന് ഡോക്ടർ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശാലിനിക്ക് എങ്ങനെയുണ്ട് എന്നിങ്ങനെ വിഷ്ണു ഓടിച്ചെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യണം, അതാണിപ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, പിന്നെ പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, പരിധിയില്ലാതെ ചെയ്യാൻ കഴിയുന്നത് ഈശ്വരന് മാത്രമാണ് എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അത് കേൾക്കുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് തളരുന്നുണ്ട്. വിഷ്ണു ആ ഭിത്തിയിലേക്ക് ചെന്ന് ചാരി അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ടെൻഷൻ കണ്ടിട്ട് കമലിനും ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി ഓടിച്ചെന്ന് പറയുകയാണ്, സാറ് ടെൻഷനൊന്നും ആവണ്ട, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബ്ലഡിന് വേണ്ടിയൊക്കെ അനുപല്ലവി ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നേരവും വിഷ്ണു ആണെങ്കിൽ ആകെ തളർന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രബോസ് ആണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് ചന്ദ്രബോസ് അനുപല്ലവിയോട് ചോദിക്കുകയാണ്, കളക്ടർക്ക് ഇപ്പം എങ്ങനെയുണ്ട്, സീരിയസ് ആണോ, ഈ ചാനലുകാർ ന്യൂസൊക്കെ പടച്ചു വിടുന്നത് വിശ്വസിക്കാനൊന്നും പറ്റില്ലെന്നേ, ആൾ ചത്തെന്ന് വരെ അവരങ്ങോട്ട് പറയും, ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, എന്താ സംഭവം, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. പക്ഷേ ഇതൊക്കെ ചോദിച്ചിട്ടും അനുപല്ലവി മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യ ചത്തോന്നറിയണം അല്ലേടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേ കണ്ടില്ലേ, വിഷ്ണു തന്നെ എന്നെ തെറ്റിദ്ധരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചന്ദ്രബോസ് ചെല്ലുന്നുണ്ട്. എനിക്കല്ലേലും ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരുമെന്നാണ് ഈ ആഴ്ചത്തെ വാരഫലത്തിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് ചിരിച്ചങ്ങ് സന്തോഷത്തിലാണ് പറയുന്നത്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇതൊരു ഹോസ്പിറ്റലായിപ്പോയി, ഇല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ അങ്ങ് തന്നേണേ എന്ന് പറയുമ്പോൾ അത് നിൻ്റെ ഭാര്യ അത്യാസന്ന നിലയിലായിപ്പോയി, അല്ലെങ്കിൽ നിൻ്റെ ഈ നാവാട്ടത്തിനുള്ളത് ഞാനും അങ്ങ് തന്നേണേ, ഇത് ഓൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാണ് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ കലികേറി നിൽക്കുകയാണ്. വിഷ്ണു പറയുന്നുണ്ട്, ശാലിനിയെ കുത്തിയവരുടെ ചിത്രം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുൻപിലുള്ളത്, അപ്പോൾ അതിന് പിന്നിലുള്ള പ്രമാണിമാരെ അന്വേഷിച്ചിട്ടേ ബാക്കി ഞാൻ ചെയ്യുകയുള്ളൂ, അപ്പോൾ അതിൽ നിൻ്റെ പേര് ഇല്ലാതെ ഇരിക്കാനായിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചോ ചന്ദ്രബോസെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിൽ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ചന്ദ്രബോസ് പറയുകയാണ്, ഉണ്ടെങ്കിൽ നീ എന്തു ചെയ്യും, നിന്നെ കെടുത്താനുള്ള ടൂൾസൊക്കെ നിൻ്റെ അരയിലുണ്ടോ, എങ്കിൽ നീ അതങ്ങോട്ട് മൂർച്ച കൂട്ടി വെച്ചേരെ, അന്വേഷണത്തിനൊടുവിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം, പക്ഷേ അന്നേരം നിനക്ക് മുട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല, നീ എനിക്കെതിരെ തിരിയുന്നതിന് മുന്നേ നിൻ്റെ മുട്ട് ഞാനിനി എടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ഇതിന് പിന്നിൽ ചന്ദ്രബോസ് ആണ് എന്നുള്ളത്. അന്നേരം പന്നെ നീ ആയിരുന്നു അല്ലേടാ എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് ചന്ദ്രബോസിൻ്റെ കഴുത്തിനങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം കമലനും പിന്നെ അവിടെ നിന്നൊരു പോലീസുകാരനും കൂടി പിടിക്കുകയാണ്, വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസിനാകെ ശ്വാസം മുട്ടുന്നുണ്ട്. അവസാനം കമലിനും ആ കോൺസ്റ്റബിളും കൂടി വിഷ്ണുവിനെ പിടിച്ചു മാറ്റി അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം നീ സൂക്ഷിച്ചോടാ, നിന്നെ ഞാൻ വിടില്ലടാ
എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കൊണ്ടുപോടും അവനെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് അവരങ്ങ് കമലിനങ്ങ് വിഷ്ണുവിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അനുപല്ലവി ചന്ദ്രബോസിനോട് പറയുകയാണ്, സോറി സാർ, പിന്നെ സാറിൻ്റെ വിഷ്ണു സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഞാനും അവന് നേരെ ആക്ഷനൊന്നും എടുക്കാത്തത്. യൂണിഫോമിലുള്ള പോലീസുകാരനെ തൊട്ടാൽ എന്താണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് എല്ലാം കൂടി ചേർത്ത് അവന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ അനുപല്ലവി പറയുകയാണ്, വിഷ്ണു സാറിൻ്റെ അത് ടെൻഷൻ ആയതുകൊണ്ടാണ് എന്നുള്ളത് സാർ ക്ഷമിക്കുന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ലോക്കൽ പോലീസിൻ്റെ സഹായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടിയില്ല, കുറച്ച് മുമ്പാണ് അവരിവിടെ എത്തിയത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അത് ഞാൻ അന്വേഷിക്കാം, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കാമെന്നൊക്കെ കാര്യമായിട്ട് തന്നെ അനുപല്ലവിയോട് ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ വെളിയിലേക്ക് കമലം കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം വിടറ എന്നൊക്കെ പറഞ്ഞ് കമലിൻ്റെ കൈയും തട്ടി മാറ്റി വിഷ്ണു അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അന്നേരം ആശാനൊന്ന് ക്ഷമിക്കുക, അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ, നമ്മളും കൂടി അകത്തായാലും ഏട്ടത്തിയമ്മയുടെ കാര്യം കഷ്ടത്തിലാവും, ആശാനൊന്ന് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ആ കാർ പോർച്ചിലേക്ക് വരികയാണ്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിഷ്ണുവും ആ ഒരു ദേഷ്യത്തോടു കൂടി ചന്ദ്രബോസിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ചന്ദ്രബോസ് പെട്ടെന്ന് വണ്ടി കയറിയും പോകുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്നും ആ ഹോസ്പിറ്റൽ സീൻ തന്നെയാണ്. ശാലിനിയകത്ത് ഡോക്ടർമാർ പരിശോധിക്കുന്നു. വിഷ്ണുവും കമലിനും ഒക്കെ ഇങ്ങനെ ടെൻഷനോടെ, വിഷ്ണു ആകെ തളർന്ന ഒരവസ്ഥയിലാണ് വിഷ്ണു ഇങ്ങനെ നടക്കുന്നതൊക്കെ. ഈ സമയത്ത് ശാരദാമ്മ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം വിഷ്ണു, മോനെ ശാലിനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയുടെ സങ്കടം കണ്ടിട്ട് വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ സമയത്ത് ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്, ബോധം വീണിട്ടില്ല, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം വിഷമിച്ച് അവിടെ വിഷ്ണു അവിടെ നിൽക്കുന്നു. ശാരദാമ്മയും കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സ്കൂളിൽ പപ്പിയെ വിളിക്കാനായിട്ട് രമണൻപിള്ള വന്നിട്ടുണ്ട്. അമ്മ സത്യയും കൂടെ നിൽക്കുകയാണ്. അന്നേരം അവളുടെ അമ്മ വന്നില്ലല്ലോ, എന്താ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അറിയില്ല, ഇപ്പോൾ വരുമായിരിക്കുമെന്ന് പറയുന്നുണ്ട് സത്യ. അന്നേരം പപ്പി പറയുന്നുണ്ട് ഫോൺ വിളിച്ച് നോക്കാൻ. അന്നേരം ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെന്ന് പോകുന്നു, റിങ് പോലും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം പിള്ള പറയുകയാണ്, അവിടെ ഇപ്പോൾ ഒരാൾ ബഹളം ഉണ്ടാക്കും സത്യമ്മ, താമസിച്ചാൽ അങ്ങോട്ട് ഫോൺ വിളിയും തുടങ്ങും, പിന്നെ കാര്യകാരണ സഹിതം അങ്ങോട്ട് വിവരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം എങ്കിലും അങ്കിള് പിന്നെ പപ്പിയും കൂട്ടി പൊയ്ക്കോളാൻ പറയുകയാണ്. അന്നേരം അത് വേണ്ട, മോളുടെ അമ്മ വന്നിട്ട് പോകാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അതേ അമ്മ വന്നു എന്നിങ്ങനെ സത്യ പറയുന്നു. പക്ഷേ അനുപല്ലവിയാണ് അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത്. അന്നേരം അനുവൻ്റെ ആണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് അനുപല്ലവി വന്നിട്ട് സത്യയുടെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം, നമുക്ക് ഹോസ്പിറ്റലിലോട്ടാണ് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ രമണൻപിള്ള ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പിള്ളയെയും നോക്കുന്നുണ്ട്, കുട്ടികളെയും നോക്കിയിട്ട് അനുപല്ലവി പറയുകയാണ്, സത്യമോള് കാറിന് അകത്തേക്ക് ഇരിക്ക്, പപ്പിയും ചെല്ലുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യയോടൊപ്പം പപ്പിയും കാറിനടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി പിള്ളയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞത് ഉള്ളത് തന്നെയാണ്, തലകറക്കമൊന്നുമല്ല, പക്ഷേ മേഡത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി, ഒരു ബഹളത്തിനിടയിൽ ഒരാൾ മേഡത്തിനെ കുത്തി, ഇപ്പോൾ ICUയിലാണ്, ഞങ്ങൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ്. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് രമണൻപിള്ള ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് അവരങ്ങ് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ രാഘവൻ നായർ സത്യഭാമയുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്യാമ ചായയുമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ എന്നും പറഞ്ഞ് ചായ കൊണ്ട് കൊടുത്തിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മോള് നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അമ്പലത്തിൽ വെച്ച് ഞാൻ ശാരദാമ്മയെ കണ്ടിരുന്നു, നിങ്ങളുടെയും പപ്പിയുടെയും മോളുടെയും വിശേഷങ്ങൾ തിരക്കി. വിശേഷങ്ങളൊന്നും അല്ലല്ലോ, ദുരന്തങ്ങളല്ലേ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ശാരദാമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശാരദാമ്മ വരും, മോളെയും പിന്നെ പപ്പിയും കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, മോള് പോകണമെന്ന് പറയുകയാണ്. അന്നേരം അത് അച്ഛാന്ന് പറയുമ്പോൾ ഇല്ല, പോവുക തന്നെ വേണം, ഇതൊരു മുങ്ങാൻ പോണ കപ്പലാണ്, പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ പിന്നെ സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. രോഹിത്തില്ലേ, അവൻ്റെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവൻ എത്ര നാളായി ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാതെ നടക്കുന്നവന് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. അവനിപ്പോൾ മദ്യമാണ് തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നത്. ഈ കൂട്ടുകാരും ഒക്കെ അവനെ ഇപ്പോൾ കാണും, പക്ഷേ പിന്നീട് അതെല്ലാം അങ്ങ് പോകും, എല്ലാവരും അവനെ തള്ളിക്കളയും, അവസാനം വല്ല കടത്തിനയിലും ഒക്കെ കിടക്കേണ്ടി വരും. പക്ഷേ മോൾ അങ്ങനെയല്ല, പപ്പി ഇല്ലേ, പപ്പി മോൾക്ക് വേണ്ടി ജീവിക്കണം. ശാരദാമ്മയുടെ വീട്ടിലാകുമ്പോൾ സത്യ കൂട്ടുണ്ട്, പിന്നെ മോൾക്കും അമ്മയുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവിടെ കഴിയാം, അതാണ് നല്ലത്, മോൾ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അത് അച്ഛാന്ന് പറയുമ്പോൾ ഇല്ല, പോണം എന്നിങ്ങനെ നിർബന്ധമായിട്ട് രാഘവൻ നായർ പറയുമ്പോൾ അവിടെ ശ്യാമ അത് സമ്മതിക്കുന്നുണ്ട്.
ഈ സമയത്ത് പിള്ളയാണെങ്കിൽ പപ്പിയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പപ്പി ഓടി വന്ന് അച്ചച്ചാന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം വന്നോ എൻ്റെ മുത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് അന്നേരം പപ്പി പറയുന്നുണ്ട്, അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ മോൾ അടുക്കളയിൽ ചെല്ല്, പൊന്നി ആൻറ്റി ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ പിള്ള വന്ന് പറയുകയാണ്, ടി വിയിൽ ന്യൂസൊന്നും വെച്ചില്ലേ, ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ സീരിയസ് ആണെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശാലിനി കുഞ്ഞിന് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ വെച്ച് കുത്തേറ്റു, സീരിയസ് ആണ്, ICUയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാഘവൻ നേരെ വടിയും കുത്തിപ്പിടിച്ച് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് അന്തം വിട്ട്. ശ്യാമയ്ക്ക് ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല, കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ആകെ വെപ്രാളത്തിൽ നിൽക്കുന്നു. പിള്ളയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ ശാരദാമ്മ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണേ, അവളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണേ, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ വീണ്ടും വാതിൽക്കലേക്ക് ചെല്ലുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് കമല അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. ആശാനെ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അവരൊന്നും പറയാത്തത്, ഞാൻ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ആശാനെ അവർ വന്ന് പറയും, നമുക്കല്ലെങ്കിൽ ഡോക്ടർ നേരിട്ട് കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ കമലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനുപല്ലവി സത്യയും കൊണ്ട് വരുന്നത്. അന്നേരം അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണുവിനെയാണ് ആദ്യം കാണുന്നത്. അച്ഛ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അത്രയുമേ കാണിക്കുന്നുള്ളൂ. അന്നേരം എപ്പിസോഡ് അവസാനിക്കുകയാണ്. അന്നേരം ഈ കുഞ്ഞും ചോദിക്കും അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നുള്ളത്. പക്ഷേ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് വിഷ്ണുവിന് സാധിക്കില്ല. അതിനുശേഷമാണ് ഇനി അടുത്ത സീനിൽ കുറേ സമയത്തിന് ശേഷമൊക്കെ ശാലിനിക്ക് ബോധം തെളിയായിരിക്കും. വിഷ്ണു കാണാനായിട്ട് അകത്തേക്കൊക്കെ കയറും. അതിനുശേഷം ശാലിനിക്ക് ബോധം തെളിയും. അതൊക്കെയാണ് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.